ടോപ്പിക്കായിട്ട് എടുത്തേക്ക് നല്ല ടോപ്പിക്കാണ്. ഭയമാണ് നമ്മളെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു ഘടകം എല്ലാ കാര്യത്തിലും. പക്ഷെ അതേസമയം നമ്മൾ ഈ പ്യുവർ ആയിട്ടുള്ള നല്ല വേദാന്തം സംസാരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർ ആക്ച്വലി ഫിയറിനെ പറ്റി പറയുന്നില്ല, ദൈവത്തിനെ പറ്റിയും പറയുന്നു. അവർ ഈ മനസ്സിന്റെ വാസനകളെ പറ്റിയും അല്ലെങ്കിൽ നമ്മളെ തന്നെ തിരിച്ചറിയുന്നതിനെ പറ്റിയും മാത്രമേ ഈ ഉപനിഷത്തുകൾ ബേസിക് ആയിട്ട് അതിന്റെ ക്രക്സിൽ, അതിന്റെ ഏറ്റവും വലിയ കോർ സാധനം എന്ന് പറയുന്നത് നിർവികല്പം നിരാകാരം എന്നൊക്കെ പറയുന്ന ഒരു ഭാവമാണല്ലോ. അവിടെ നിന്നും ഈ സഫറിങ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. സഫറിങ്, ഫിയർ, ഇത് രണ്ടുമാണോ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആയുധം? ഇന്നത്തെ തലമുറയിലെ ഏറ്റവും വലിയ ആയുധം ദൈവം പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പൊ നേരത്തെ വിനോദ തിരുപ്പതിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഈ അമ്പലങ്ങളിൽ ഞാൻ ഇതിൽ നിന്ന് താഴോട്ട് പോകും, ഞാനിപ്പോ നിൽക്കുന്ന ഇതിൽ നിൽക്കും, എനിക്ക് 1000-10,000 കോടി രൂപ കിട്ടിയാലും എനിക്ക് താഴെ വീഴുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഭയം. പക്ഷെ ഉപനിഷത്തുകളൊക്കെ കോർ ഓഫ് ദ ഉപനിഷത്ത് പറയുന്നത് ഭയക്കണ്ട, നീ ഒന്നിലും ഭയപ്പെടേണ്ട കാര്യമില്ല, യു ആർ ഫുൾ എന്ന് പറയുന്നു. ഈ ഭയമാണോ ദൈവത്തിനെ ഇത്രയും പ്രസക്തമാക്കും? അതെ അതെ, ഭയമാണ്. കാരണം അങ്ങനെ ഭയമുള്ള ഒന്നാക്കിയാണ് ഇതിനെ അവതരിപ്പിച്ചേക്കുന്നത് തന്നെ. നമ്മൾ കുട്ടികളോട് പറഞ്ഞു ഇത് മോനെ അങ്ങനെ ചെയ്യരുത്, അമ്പാട്ടി കോപിക്കും എന്നല്ലേ പറയുക. കുട്ടികളോട് പറയുമ്പോൾ അതാണ്. ഒരു വിളക്ക് ഇപ്പൊ കത്തിച്ച് വെച്ചേക്കും, ഒരു കൊച്ച് തീ കാണുമ്പോൾ അത് ഊതിക്കെടുത്ത് അത്തച്ചെന്ന് പണിയാൻ നോക്കും, അതല്ലാൻ നോക്കും. അതിന് ആ സാധനം എന്ന് പറഞ്ഞൊരു പുതിയൊരു സാധനമാണ് ആ കുട്ടിയെ സംബന്ധിച്ച്. നമ്മൾക്കാണ് അത് വലിയൊരു പവിത്രമായിട്ടുള്ള സാധനം. ആ കൊച്ചിനെ സംബന്ധിച്ച് അതൊരു പുതിയ സാധനമാണ്. അതെന്താണ് ഇങ്ങനെ ഇളകി ആടുന്നത്, അതിനകത്ത് നിന്ന് വെട്ടം വരുന്നുണ്ട്, അതിനെ ആകർഷിക്കുന്ന അഗ്നി ഏവരെ ആകർഷിക്കുന്ന ഒരു സാധനമാണ്. നിയന്ത്രിതമായ അഗ്നി ആകർഷിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ കുട്ടി അതിനടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ നമ്മൾ അതിനെ തിരുത്തും, അതിനെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ഇത് കെടുത്താൻ പാടില്ല, ഇത് കെടുത്തി കഴിഞ്ഞാൽ ദോഷമാണ്, ആ ദൈവം നിന്നോട് കോപിക്കുമെന്നാണ്. അപ്പം ഉള്ളില് ഭയം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അവൻ വിചാരിക്കുന്നത് എന്താണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഏതോ ഒരാൾ, അതും ഈ കുട്ടിക്ക് അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. അറിയുന്ന ഒരു സാധനമാണ് നമ്മളെ ഭയപ്പെടുത്താൻ വരുന്നത് എങ്കിൽ നമുക്ക് ഈസിയാണ്, അതിനെ നേരിടാൻ പറ്റും. ഇത് നമുക്ക് ഒരറിവും ഇല്ലാത്ത ഒരു കാര്യം അപ്പുറത്തുണ്ടെന്നും അതാണ് നിങ്ങളോട് കോപിക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനം അപ്പുറത്ത് ഉള്ളതെന്ന് അറിയാൻ നമുക്ക് പറ്റില്ലല്ലോ. എന്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ആട്ടിൻകുട്ടിയാണ്, ഇരുട്ടത്ത് നിൽക്കുന്ന ആട്ടിൻകുട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓടുവോ? നമ്മൾ ഓടത്തില്ല ഒരിക്കലും. അതിനെ നേരിടാനുള്ള ശേഷി നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ഓടത്തില്ല. മറിച്ച് അപ്പുറത്തൊരു സിംഹമാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടും. ഇനി അപ്പുറത്ത് എന്താണെന്ന് അറിയില്ലെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഭയങ്കര ബേജാറാവും നമ്മള്. അപ്പൊ അപ്പുറത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ദൈവം എന്താണെന്ന് അറിഞ്ഞവർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഈ സ്പിരിറ്റ്, ഈ ആധ്യാത്മികതയില് ഈ ആചാര്യന്മാരാണ് ഇരിക്കുന്ന അവരാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം ഇവർ ഈ പൂജിക്കുന്ന ഈ സാധനത്തിനൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ലെന്ന്. അവർക്കാണ് ഏറ്റവും ബോധ്യമുള്ളത് ഇതിന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത്. നമ്മളെ ഈ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്ന അതാണ്. അപ്പൊ ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ഇതെന്താണ്, അവ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്. അതിന് ഇവിടുത്തെ മതങ്ങളും മതപുരോഹിതന്മാരും ഒക്കെ നല്ല പണിയെടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അവ്യക്തത മാറ്റാതെ, പരമാവധി അവ്യക്തത മാറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അറിയാൻ പാടില്ലാത്തതിനെ നേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം ഈ ഇതുണ്ടല്ലോ, ഈ ഗോഡ് ഫിയറിങ് എന്ന് ഇംഗ്ലീഷ് പറയും, മലയാളത്തിലാണ് ദൈവഭയം എന്ന് പറയും. ഈ ടെർമിനോളജി തന്നെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഒന്നാമത് ഗോഡ് ഫിയറിങ് മാറിയിട്ട് ഗോഡ് ലവിങ് ആയി കഴിഞ്ഞാൽ തന്നെ കുറെ കാര്യങ്ങൾ മാറിക്കിട്ടും. കാരണം അപ്പോഴാണ് നമുക്ക് ഒരു സാധനത്തിനെ ഭയക്കുമ്പോൾ പോസിറ്റീവ് എനർജി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതെന്നെ ശിക്ഷിക്കും എന്നുള്ള പേടിയാണ്. പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഗോഡ് ബിലീഫ് എങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗോഡ് ലവിങ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഈ പറയുന്ന അമ്പലത്തിൽ പോവും, എനിക്ക് ഒരുപാട് ശ്ലോകങ്ങൾ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതും പറഞ്ഞ് നമുക്കൊരു എക്സ്ട്രീമിസം ഇല്ല. ഞാൻ ശരിക്കും പോസിറ്റിവിറ്റി. ഞാൻ ശബരിമല പോകുന്നതിന്റെ തലേ ദിവസം രാത്രി വരെ പൊറോട്ടയും ബീഫും കഴിക്കും. ഓക്കെ, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ശബരിമല പോകും. കാരണം ഞാൻ ശബരിമല പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാല്, എനിക്ക് അതില് ശബരിമല ഞാൻ എന്താ എൻജോയ് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ചെരുപ്പൊന്നും ഇടില്ല, ഞാൻ വളരെ വൃത്തിയായിട്ട് ചെരുപ്പ് കഴിച്ചു. ഇത് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ, കുറെ കാലം നമ്മൾ ഇങ്ങനെ എല്ലാം എൻജോയ് ചെയ്തിരിക്കുന്നു, എനിക്ക് ഒരു ദിവസമെങ്കിലും ഓക്കെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. ഇത് എൻ്റെ ഒരു ഫീലിംഗ്. ഇത് ആരെയും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമില്ല, ഇത് എൻ്റെ ഒരു പേഴ്സണൽ തിങ്. എനിക്ക് എന്തോ അത് ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റിവിറ്റി കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ അതേപോലെ എന്താ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ബാംഗ്ലൂര് ഒരു 10-12 കൊല്ലം മുന്നേ വീടെടുത്ത സമയത്ത് ഈ അവിടുത്തെ ഒരു പൂജാരിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നാണല്ലോ. കാരണം ഇത് നമ്മൾ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള സംഗതിയല്ല, പേരൻസിന്റെ ഒരു പൂജാരിയെ വിളിക്കണം. ഈ ബാംഗ്ലൂർ പൂജാരി അന്ന് എത്രയാ, ഒരു 2013
25,000 rupees ആണ് ചോദിച്ചത്. ഒരു നവഗ്രഹ പൂജ പ്ലസ് കൊണ്ടുവരണം വീട്ടിലേക്ക്. പൂജ ചെയ്ത് കഴിഞ്ഞ് 5:30 അയാൾ പൂജ ചെയ്യുന്ന അമ്പലത്തിൽ കൊണ്ടുവന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു ഇയാൾ വേണ്ട, ഞാൻ ചെയ്തോളാം. അവരെല്ലാരും കൂടെ എന്താ ഈ പറയുന്നത്, അല്ലാതെ ഞാനാ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, 25,000 രൂപയും നമ്മൾ ചെയ്താലും അയാൾ ചെയ്താലും മോർ ഓർ ലെസ് ഒന്നാവും. നമുക്ക് അയാൾ ചെയ്യുന്ന മുദ്രയും കാര്യങ്ങളും അറിയില്ലാന്നേ ഉള്ളൂ. ഇയാള് നവഗ്രഹ പൂജ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ജപാകുസ്മ സംകാശം കാശവേയം മഹാദ്യുതിം തമോരിം സർവപാപകനം പ്രദോസ്മി ദിവാകരം എന്ന് പറഞ്ഞിട്ട് ഈ നവഗ്രഹ സ്തോത്രം മുഴുവൻ ചെയ്തു. ഇത് എനിക്കും അറിയാം. ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ദൈവഭയം അല്ല ദൈവകോപം ഉണ്ടാവും എന്ന് എനിക്കൊരു ഭയം ഉണ്ടെങ്കിലല്ലേ ഈ പ്രശ്നമുള്ളൂ. വരസ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ലോണും എടുത്തിട്ട് ഈ പറഞ്ഞ മാതിരി ഫിയർ ഫാക്ടർ, ഞാൻ ലോണും എടുത്തിട്ട് ഞാൻ വാങ്ങിയ വീടാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും എന്തായാലും അയാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. സോ വൈ കാണ്ട് ഐ ഡു ദാറ്റ്? ഇത് ഈ ഒരു ലൈറ്റർ ആയിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ദൈവസങ്കല്പം കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇതിനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ചൂഷണത്തിലും അതിനും ഇതിനും ഒക്കെ ഇരയാവുന്നത്. അപ്പൊ രീതിയിൽ അത് എടുക്കേണ്ട കാര്യമുള്ളൂ ശരിക്കും. ഞാനിത് വിനോദ് പറയുന്നതിനോട് എനിക്ക് 100% യോജിക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പലപ്പോഴും എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കൂടെയാണ്. കാരണം ഈ പലപ്പോഴും പണ്ട് ജ്യോത്സ്യന്മാരുടെ ഒക്കെ പുറകെ നടക്കുമ്പോഴും ഞാൻ കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പലരും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ തന്നെ ഇത് കുറച്ച് വായിച്ച് പഠിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതിനു ശേഷം ഈ ജ്യോത്സ്യന്മാർ പറയുമ്പോഴും ഞാൻ പലപ്പോഴും എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഡയഗ്രസ് ചെയ്യുന്നത്. ഇത് തിരിച്ച് ഇവരുടെ അടുത്ത് ഞാൻ ഇതിങ്ങനെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ വന്നതെന്നുള്ളൊരു സ്റ്റൈലാണ്. ഇവർ പറയുന്ന പല കാര്യങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് പലപ്പോഴും നമ്മളിത് പഠിക്കുന്നില്ല, നമ്മളിത് മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള നേരത്തെ ജപാകുസ്മ സംകാശം ഒക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ വിഷ്ണു സഹസ്രനാമം പറയുന്ന പൂജാരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വിഷ്ണു സഹസ്രനാമം പറയാറുണ്ട്. അപ്പൊ ഈ വിഷ്ണു സഹസ്രനാമം പറയുന്നതിനകത്ത് ചിലപ്പോൾ പലപ്പോഴും നമ്മൾക്കുള്ള അറിവ് പോലും പല ആൾക്കാർക്കും അതിനകത്ത് കാണാറില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ഈ ഇടയ്ക്ക് ഇന്റർമീഡിയറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇപ്പം ദൈവത്തെ വിശ്വസിക്കുന്നത് പോട്ടെ, അവിടുത്തെ പൂജാരി എന്ന് പറയുന്ന ആള്, അവിടുത്തെ ഈ ഇപ്പൊ നമ്മൾ ഏത് അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും ഇതിന്റെ ഒരു ഇന്റർലക്യൂട്ടർ ഉണ്ട്. ഇത് ദൈവവുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർലക്യൂട്ടർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്റർലക്യൂട്ടർ ആണല്ലോ ഇത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഈ ഇന്റർലക്യൂട്ടർ പോലും പലപ്പോഴും നമ്മളെക്കാളും മോശമായ അവസ്ഥയിലുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടി ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നത് പറയുന്നതിനേക്കാളും എളുപ്പം ഞാൻ തന്നെ അങ്ങ് ദൈവമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വിഷ്ണു അവിടെ ഉണ്ടോ? വിഷ്ണു പറയാൻ വേണ്ടിയിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ എന്റെ കുട്ടിക്ക് ഇപ്പൊ പ്രീ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പ്രീ സ്കൂൾ അല്ല, സോറി, പ്ലേ സ്കൂളോ പ്രീ KG അല്ലേ? അത് അപ്പൊ അവിടെ ചേർക്കാനായിട്ട് അപ്പൊ എഴുത്തിനിരുത്തണം. എഴുത്തിനിരുത്തപ്പോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഞാനും എന്റെ അച്ഛനും അമ്മയും ഞാനും എന്റെ വൈഫും കൂടെ കുട്ടി എഴുത്തിനിരുത്താൻ തീരുമാനിച്ചു. അപ്പൊ നമ്മള് അപ്പൊ അടുത്ത മാസം ഏതെങ്കിലും ഒരു വിഷുവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് വീട്ടിൽ എഴുത്തിനിരുത്തി, അമ്പലത്തിലൊന്നും വേണ്ട. അതാ ഇപ്പൊ വിനോദ് പറഞ്ഞ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്റെ കുട്ടി പഠിച്ച് നന്നാവണമെന്നും അവന് നല്ല ജ്ഞാനം ഉണ്ടാവണമെന്നും എനിക്കും എന്റെ വൈഫിനും ഉള്ള അത്രയും ആത്മാർത്ഥത വേറെ ആർക്കും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ തന്നെ എഴുതിക്കാം എന്ന് വിചാരിച്ചു. ഒരു നമ്പൂതിരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ, ഇനിയിപ്പോ എന്നെക്കാളും വലിയ എത്ര പ്രശസ്തനായ ആൾക്കാരാണേലും വേണ്ട, ഞാൻ തന്നെ എഴുതിക്കാം എന്നാണ് തീരുമാനിച്ചേക്കുന്നത്.